മലപ്പുറത്തെ നവവധുവിന്റെ മരണത്തിൽ സ്വമേധ്യാ കേസെടുത്ത വനിതാ കമ്മീഷൻ ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇവരുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഒരു വിഷയത്തിലാണ് വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. മലപ്പുറത്തെ നവവധുവിന്റെ മരണത്തിലാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. സ്വമേധയാണ് കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ടും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നവവധു ഗാർഹിക പീഡനത്തെ തുടർന്ന് ബർത്തഡേ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. ഇവരുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, സ്വമേധയാണ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. നവവധു കൊണ്ടോട്ടിയിൽ ഇന്നലെ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ തന്നെ നൽകണം എന്നാണ് SP-ക്ക് നൽകിയ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ വനിതാ കമ്മീഷന്റെ കീഴിൽ ഉണ്ടാകും. കാരണം ഈ പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിൽ ഇന്ന് ഈ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ പരാതികൾ നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടി, അതായത് കൊണ്ടോട്ടി സ്വദേശിനിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. 19 വയസ്സുള്ള പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യ ചെയ്തത്. ഭർത്തൃ വീട്ടുകാർ തുടർച്ചയായി പെൺകുട്ടിയെ നിറത്തിന്റെ പേരിൽ അവഹേളിക്കുന്നു എന്നതായിരുന്നു ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. നേരത്തെ നിക്കാഹ് കഴിച്ചിരുന്നു. 20 ദിവസം മാത്രമാണ് ഈ പെൺകുട്ടി ഈ യുവാവിനോടൊപ്പം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹബന്ധം വേർപ്പെടുത്തണം എന്ന് ഭർത്താവിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള നിരവധി മാനസിക പ്രയാസങ്ങൾ ഈ പെൺകുട്ടി അനുഭവിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വനിതാ കമ്മീഷന്റെയും കൂടി ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. KP മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.